ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാൻസ് വ്ലോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ലോഗാണ്. എൻ്റെ അല്ല, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ ഇന്ന് നമുക്ക് വലിയ ആഘോഷവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, പക്ഷെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കേക്ക് വാങ്ങാനായിട്ട് പോവുകയാണ് അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ അടുത്ത് ഒരു അടിപൊളി ഷോപ്പുണ്ട്, ക്ലൗഡ്സിൻ്റെ. അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് കേക്ക് വാങ്ങിക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ വീഡിയോ കുറച്ച് അധികം ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ വരുന്നത് മെയ് 2-ാം തീയതി ആയിരുന്നു. പക്ഷേ അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, വീഡിയോസ് ഒക്കെ എടുത്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ കുറേ ക്ലിപ്സ് എങ്ങനെയോ നഷ്ടമായി പോയി. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യാൻ നോക്കിയ സമയത്തൊന്നും ഒരു രീതിയിലും പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലും അച്ഛൻ്റെ ഒക്കെ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോസ്, ക്ലിപ്സും കാര്യങ്ങളും എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു കുട്ടി വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കുറച്ച് തകരാറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. സോ എനിവേ, അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് വാങ്ങിക്കാൻ പോകുന്നത് ക്ലൗഡ്സിലോട്ടാണ്. ഞാൻ പറയാറുള്ളതാണ് എൻ്റെ വീഡിയോക്കകത്ത്, ഞങ്ങൾ ക്ലൗഡ്സ് കേക്കിൽ നിന്നാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ എന്ത് സെലിബ്രേഷൻ വന്നാലും കേക്കൊക്കെ വാങ്ങിക്കുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അവിടുത്തെ സർവീസ് ഒക്കെ അടിപൊളിയാണ്. കേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അവർക്ക് ഹോം ഡെലിവറി ഉണ്ട്, പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവർ ചെയ്തു തരും. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് പോയത്. ഞാനും അച്ചായും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കേക്ക് വാങ്ങിക്കാൻ പോയത്. അങ്ങനെ നമ്മൾ കേക്ക് എല്ലാം വാങ്ങി സെറ്റാക്കി അച്ചായിയും അമ്മച്ചിയും ഞാനും എല്ലാം കൂടെ നിന്ന് കേക്ക് മുറിച്ചു. സ്റ്റിൽ ഞങ്ങളുടെ ശ്രീമോനെ ഞങ്ങൾ മിസ് ചെയ്തു, കാരണം അവനില്ലാതെ നമ്മൾ എല്ലാ സെലിബ്രേഷനും ഇപ്പം നടത്തുന്നത്. വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് അടിപൊളിയായിട്ട് ഞങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫാമിലി ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ ബർത്ത്ഡേക്ക് ആയിരുന്നു ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്കൊരു ചെറിയ സർപ്രൈസ് ആയിട്ട് നമ്മൾ റെഡിയാക്കിയതാണിത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അച്ചായും ഞാനും അമ്മയ്ക്ക് കേക്ക് ഷെയർ ചെയ്തു, എൻ്റെ ഫ്രണ്ട്സ് കൊടുത്തു. അതിനിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാനാണേ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തത്. ആദ്യം ഞാൻ അമ്മയുടെ കയ്യിൽ ഒരു ഫോണിൻ്റെ കേസാണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ആ ഫോണിൻ്റെ കേസ് നോക്കി കഴിയുമ്പോഴാണ് അമ്മ പറയുന്നത് ഇത് അമ്മയുടെ ഫോണിൻ്റെ കേസ് അല്ലാന്ന്. അപ്പോൾ അത് എൻ്റെ അനിയൻ്റെ വക അമ്മ കൊടുക്കുന്നതാണ്. ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് ഒരു ഫോണായിരുന്നു, ഒരു ആൻഡ്രോയിഡിൻ്റെ ഫോണാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് ഒരു ഫോൺ മാറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് കഴിയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് അതുപോലത്തെ ഒരു ഫോൺ വേണം എന്നുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അമ്മയുടെ ഫോണാണെങ്കിൽ കംപ്ലൈൻറ്റും ആയിപ്പോയി. അപ്പോൾ അമ്മ എപ്പോഴും പറയും എനിക്കൊരു ഫോൺ വാങ്ങിക്കണം, കുഞ്ഞുമോളുടെ കുട്ടി ഫോൺ വാങ്ങിച്ചാൽ മതി, അമ്മൂൻ്റെ കയ്യിരിക്കുന്ന കുട്ടിന് ഫോൺ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അപ്പം അങ്ങനെ അമ്മയ്ക്ക് ഈ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തൊരു ഫോണാണ്. എൻ്റെ കയ്യിരിക്കുന്ന സെയിം ആൻഡ്രോയിഡ് സെറ്റിൻ്റെ വേറൊരു കളർ വരുന്ന ഒരു ഷെയ്ഡ് വരുന്ന ഒരു ഫോണാണ് നമുക്ക് കൊടുത്തത്. അമ്മ ഒരുപാട് ഹാപ്പിയായി, കാരണം അമ്മയ്ക്ക് ഒരു നല്ല ഫോൺ വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വാങ്ങിക്കാം എന്ന് അച്ഛൻ വാങ്ങിക്കാൻ റെഡിയായിരുന്ന സമയത്തും അങ്ങനെ മാറ്റി വെച്ച് ഫൈനലി ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുത്തു. അച്ഛനും അറിയത്തില്ലായിരുന്നു ഞാൻ ഫോണാണ് കൊടുക്കുന്നതെന്നുള്ളത്. സോ അങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി ഫോൺ കയ്യിൽ കിട്ടിയ സമയത്ത്. അങ്ങനെ എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടമായതിനെ തുടർന്ന് എനിക്ക് അമ്മ ഒരു ഉമ്മയൊക്കെ തന്നു. ഞാൻ അമ്മേനേക്കാൾ കൂടുതലും ഞാനാണ് ഹാപ്പി ആയത്. പിന്നെ ഫോണിൻ്റെ കേസ് എൻ്റെ അനിയനാണ് വാങ്ങിച്ചു കൊടുത്തത്. അമ്മയ്ക്ക് അച്ചായി കൊടുത്ത ഗിഫ്റ്റ് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആണ്. അമ്മയുടെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥിരം പാറ്റേൺ ആയിട്ടുള്ള ഒരു കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അച്ഛൻ കൊടുത്ത ഗിഫ്റ്റ്. എൻ്റെ ഫ്രണ്ട്സ് അമ്മയ്ക്കൊരു ചെരുപ്പാണ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ചെരുപ്പാണ് അമ്മയ്ക്ക് അവർ വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാ ഗിഫ്റ്റും കിട്ടി അമ്മ ഒരുപാട് സന്തോഷത്തിലായി. അതിലേറെ ഞങ്ങൾ ഹാപ്പിയായി. ശ്രീമോൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു, അത് ഏറ്റവും കൂടുതൽ വിഷമം അമ്മയ്ക്ക് തന്നെയായിരുന്നു. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ്. ഇത് ഒത്തിരി ഉണ്ടായിരുന്നതാണ്, പക്ഷേ എൻ്റെ ഒരുപാട് ക്ലിപ്പ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെറിയൊരു വ്ലോഗാക്കി നമ്മൾ ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ലവ് യു. സീ യു സൂൺ.